जय राघवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। गोपीजन वल्लभा गिरिवरधारी। गोपीजन वल्लभा गिरिवरधारी। नंदना व्रजनरंजना यशोदनंदना व्रजनरंजना। यमुना तीरा वनचारी। यमुना तीरा वनचारी। जय राधा माधव कुंज बिहारी। जय राधा कृष्ण कृष्ण। हरे राम हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे। राम राम हरे हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। जय राधा माधव राधा माधव राधे। जय राधा माधव राधा माधव राधे। जय प्रभुपदा जय प्रभुपदा प्रभुपदा जय प्रभु। जय श्रील प्रभुपाद की जय। श्रीमद् भगवद गीता की जय। आनंद कोटि वैष्णव वृंद की जय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ എന്ന് അധ്യായം 2 ശ്ലോകം 13. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി.
അസ്മിൻ ദേഹേ, ഈ ദേഹത്തിൽ, ദേഹിനഹ, ദേഹിക്ക്, യഥാ, എപ്രകാരമാണോ, കൗമാരം, കൗമാരവും, യൗവനം, യൗവനവും, ജര, ജരയും, തഥാ, അപ്രകാരമാണ്, ദേഹാന്തരപ്രാപ്തി, ദേഹാന്തരപ്രാപ്തിയും, തത്ര, അതിൽ, ധീരഹ, ധീരൻ, ന മുഖ്യതി, ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമമുണ്ടാകില്ല. ഓരോ ജീവസത്തെയും ഓരോ വ്യക്തിഗത ജീവാത്മാവാകയാൽ നിമിഷം തോറും ശരീരം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ കുട്ടിയായിട്ടും യുവാവായിട്ടും വൃദ്ധനായിട്ടും കാണപ്പെടുന്നു. എന്നാൽ ആത്മാവ് മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. ഈ ജീവാത്മാവ് മരണാനന്തരം പുതിയൊരു ശരീരമെടുക്കുന്നു. അടുത്ത ജന്മത്തിൽ അതിന് തീർച്ചയായും ആത്മീയമോ ഭൗതികമോ ആയ മറ്റൊരു ശരീരമുണ്ടാകും. അങ്ങനെയിരിക്കെ അത്രയധികം ഉത്കണ്ഠ കൊള്ളുന്ന ഭീഷ്മദ്രോണാദികളുടെ മരണത്തെ ചൊല്ലി അർജുനൻ വിലപിക്കേണ്ടതില്ല. മറിച്ച് പഴകിപ്പോയ ശരീരങ്ങൾ പകരം പുതുചൈതന്യം ഉൾക്കൊള്ളുന്നവയെ അവർക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് അനുയോജ്യമായി വിവിധ സുഖഭോഗങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കാൻ ഇടതരുന്നു ഇത്തരം ദേഹാന്തര പ്രാപ്തികൾ. ഒന്നുകിൽ ഭീഷ്മർക്കും ദ്രോണർക്കും അവർ മഹാന്മാരായതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ആത്മീയ ശരീരം ലഭിക്കും, അല്ലെങ്കിൽ ഉപരിലോകങ്ങളിൽ ഉത്കൃഷ്ടമായ ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിന് ഉതകുന്ന ശരീരമെങ്കിലും ലഭിക്കും. എങ്ങനെയായാലും ദുഃഖിക്കാനില്ല. ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി ഇവയുടെ വ്യവസ്ഥയെ കുറിച്ച് പൂർണ്ണമായും അറിവ് നേടിയ വ്യക്തിയെ ധീരൻ അഥവാ സമചിത്തതയുള്ളയാൾ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾക്ക് ശരീര പരിണാമത്തെപ്പറ്റി വ്യാമോഹം ഉണ്ടാവില്ല. ജീവാത്മാവിനെ തുണ്ടുകളായി വിഭജിക്കാൻ സാധ്യമല്ല എന്ന കാരണത്താൽ അതിനെക്കുറിച്ച് മായാവാദികളുടെ അദ്വൈത സിദ്ധാന്തം സ്വീകാര്യമല്ല. ജീവവ്യക്തികളെ വിഭജിച്ചെടുക്കുന്നത് പരമാത്മാവിന് തന്നെ പരിണാമം ആരോപിക്കലാവും. ഇത് പരമാത്മാവ് പരിണാമത്തിന് വിധേയമല്ലാത്തതാണെന്ന തത്വത്തിന് വിരുദ്ധമാകുന്നു. ഗീത പ്രഖ്യാപിക്കുന്നത് പോലെ പരമസത്തയുടെ അംശങ്ങൾ ശാശ്വതങ്ങളത്രേ. ഭൗതിക പ്രകൃതിയിലേക്ക് താഴാൻ പ്രവണതയുള്ളത് കൊണ്ട് ഇവയെ ക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ അംശങ്ങൾ എന്നെന്നും മുക്തിക്ക് ശേഷവും വ്യക്തിഭാവത്തോടെ തന്നെയായിരിക്കും. പരമദിവ്യോത്തമ പുരുഷനോട് കൂടി ജ്ഞാനവും ആനന്ദവും തികഞ്ഞ ശാശ്വത ജീവിതമായിരിക്കും അതിനുശേഷം അവരുടേത്. എല്ലാ ശരീരത്തിലും കുടികൊള്ളുന്ന പരമാത്മാവിനെ പ്രതിഫലന സിദ്ധാന്തം വഴി വിവരിക്കാം. അദ്ദേഹം ജീവാത്മാവിൽ നിന്ന് വ്യത്യസ്തനാണ്. വെള്ളത്തിൽ കാണുന്ന ആകാശത്തിന്റെ പ്രതിബിംബം സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഉൾക്കൊള്ളുന്നു. നക്ഷത്രങ്ങൾ ജീവാത്മാക്കളെ പോലെയാണ്. പരമാത്മാവിനെയാണെങ്കിൽ സൂര്യനോടോ ചന്ദ്രനോടോ ഉപമിക്കാം. ഇവിടെ ആംശികമായ ജീവാത്മാവ് അർജുനനെ പ്രതിനിധീകരിക്കുന്നു. പരമാത്മാവ് ശ്രീകൃഷ്ണ ഭഗവാൻ. അവരെ ഒരേ നിലയിൽ ഗണിക്കാൻ പാടില്ല. ഇത് 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അർജുനനും കൃഷ്ണനും ഒരേ നിലയിലാണെന്നുള്ളതെങ്കിൽ, അഥവാ കൃഷ്ണൻ അർജുനനേക്കാൾ ഉത്കൃഷ്ടൻ അല്ലെങ്കിൽ അവരുടെ ഗുരുശിഷ്യ ബന്ധത്തിന് യാതൊരു അർത്ഥവുമില്ല. ആ രണ്ടുപേരും മായാമോഹിതരാണെന്നിരിക്കെ ഒരാൾ ഗുരുവും മറ്റൊരാൾ ശിഷ്യനുമാകേണ്ടതില്ലല്ലോ. മായാബദ്ധനായ ഒരാൾക്ക് ആധികാരികമായ ഉപദേഷ്ടാവാകാനുള്ള അർഹതയില്ല. അത്തരത്തിലുള്ള ഉപദേശങ്ങൾ നിരർത്ഥകങ്ങളുമാണ്. ഈ പരിതസ്ഥിതിയിൽ സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ മായാമോഹത്തിൽപ്പെട്ട ജീവാത്മാവായ അർജുനനേക്കാൾ സമുത്കൃഷ്ടനാണെന്നതിൽ സംശയത്തിനിടയില്ല. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഭയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഉദം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരണം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ താ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഹരേ കൃഷ്ണ.
നമ്മളെല്ലാം ഏതൊക്കെയോ ഭയത്തിന്റെ ഒരു ചട്ടക്കൂട്ടിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഭയത്തിന്റെ ചട്ടക്കൂടിനകത്ത് നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഓരോ കടമ നിർവഹിക്കാൻ ശ്രമിക്കുമ്പോഴും ഓരോ ഘട്ടത്തിലും നമുക്ക് പലയിടത്തും പ്രതിസന്ധിയായി നിൽക്കുന്ന കാര്യം ഈ ഭയമാണ്. അർജുനൻ പറഞ്ഞത് കണക്ക് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏത് ഉപേക്ഷിക്കണം, ഏത് സ്വീകരിക്കണം എന്ന് നമുക്ക് വലിയ പിടുത്തമില്ല. അപ്പൊ അതിനെല്ലാം കാര്യം ഈ ഭയമാണ്. ഭയം എന്താണ്? ഈ ശരീരത്തിനെ പറ്റി ബന്ധപ്പെട്ടിട്ടുള്ള ഭയം തന്നെയാണ്. ശരീരത്തിനെ പറ്റി ബന്ധപ്പെട്ടുള്ള എന്ത് ഭയമാണ്? ശരീരത്തിൽപ്പെട്ട് ഈ ശരീരം നശിക്കുമോ? ഈ ശരീരത്തിന് വേദനകളും യാതനകളും അനുഭവിക്കേണ്ടി വരുമോ? ഈ ഭൗതിക ലോകത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവുമോ? ഈ ശരീരവുമായി ബന്ധപ്പെട്ട് ഞാൻ ആസക്തനായിരിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ മൂലം എനിക്കുണ്ടാവേണ്ട ദുഃഖവും അതിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സുഖാനുഭവങ്ങളെ കുറിച്ചുള്ള ഭീതി. അതായത് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഈ ശരീരത്തുമായി സുഖത്തിന്, ഇന്ദ്രിയ സുഖ ആസ്വാദനത്തിന് ബന്ധപ്പെട്ട പലതും എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? അങ്ങനെ ആസക്തി മൂലവും ആഗ്രഹം മൂലവുമാണ് ഈ ഭയം ഉണ്ടാകുന്നത്. അപ്പോ ഒരു ജയിലിനടക്കത്ത് അടയ്ക്കപ്പെട്ട വ്യക്തിയെ പോലെ ഈ ഭയത്തിന്റെ ചട്ടക്കൂട്ടിനകത്ത് ജീവാത്മകളെല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അർജുനന്റെയും വ്യസനവും ഭയവും അത് തന്നെയായിരുന്നു. എൻ്റെ ഈ ഭീഷ്മദ്രോണാദികളായിട്ടുള്ള എൻ്റെ ബന്ധുക്കൾ ഇവരെല്ലാം മരിക്കില്ലേ? ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഞാൻ കൊല്ലേണ്ടി വരുന്നാൽ എനിക്ക് പാപം ഉണ്ടാവില്ലേ? ഈ പാപം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം ഈ കുലം നശിച്ചു പോവില്ലേ? എനിക്ക് പാപം ഉണ്ടാവില്ലേ? പിന്നെ ഞാൻ ഈ സമ്പത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, യുദ്ധം ചെയ്ത് ഈ രാജ്യവും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? സ്വജനം ഹി കഥം ഹത്വാ സുഖിനശ്യാമ മാധവ. സ്വജനങ്ങളെ കൊന്നിട്ട് എങ്ങനെയാണ് മാധവ ഞാൻ സുഖിക്കുന്നത്? അപ്പോ ഈ ഭയത്തിന്റെ ചട്ടക്കൂട് എന്താണ്? ഭയത്തിന്റെ ചട്ടക്കൂട് ഈ ശരീരമില്ലാതായാൽ എനിക്ക് ആസ്വാദനം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയപ്പാട്. അല്ലെങ്കിൽ ആ ഭയപ്പാടിനുള്ള കാരണം ആത്മാവ് എന്ന് പറയുന്നതും ശരീരം എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്തങ്ങളായ വിപരീതങ്ങളായ സംഭവങ്ങളാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ഒരു ഭയം. ആ ഭയത്തിന്റെ ചട്ടക്കൂടിനകത്താണ് ജീവാത്മാവ് കുടുങ്ങിക്കിടക്കുന്നത്. ഞാൻ ഈ ശരീരമാണ്, ആത്മാവല്ല, ഈ ശരീരമാണ് എന്നുള്ള ആ ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഭയം. ഈ ഭൗതിക ലോകത്ത് നമുക്ക് ചെയ്യപ്പെടേണ്ട കടമയും കർത്തവ്യങ്ങളും എല്ലാം തന്നെ ഈ ശാരീരിക ബോധം എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ ശാരീരികമായ ബോധം ഇല്ല ഉള്ള ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. ഒരു പ്രവർത്തനങ്ങളും തന്നെ ഈ ഭൗതിക ലോകത്തിൽ ചെയ്യാനില്ല. ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ് എന്ന് ചിന്തിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനില്ലേ? എന്തുകൊണ്ട് അർജുനനെ ഭഗവാൻ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു? ഇവിടെ ചില കടമകളും നമ്മള് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായ ഉന്നമനത്തിന് വേണ്ടിയോ സാമൂഹികമായ ചില കടപ്പാടുകളും നമ്മൾ ചെയ്യുന്നതും അതും ചിലത് ആത്മീയമാണ്, ആത്മാവിനെ ബന്ധപ്പെട്ട രീതിയിൽ ചെയ്യാം, അതേസമയം ഭൗതികമായ രീതിയിലും ചെയ്യാം. അപ്പോ ആത്മീയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോ ഒരാൾക്ക് ഈ ശരീരം ആണ് ഞാന് എന്നുള്ള ചിന്തയാണ് അയാളെ എല്ലാ തടസ്സങ്ങൾക്കും അതിനെ എന്ത് ചെയ്യും, തടസ്സപ്പെടുത്തുന്നത്. ഇവിടെ അർജുനന് തന്റെ ഭീഷ്മപിതാമകൻ ഉൾപ്പെടുന്ന തന്റെ പിതാക്കന്മാർ എല്ലാം മരിച്ചു പോവോ? തന്റെ മക്കളും സ്ഥാനത്തുള്ളവർ മരിച്ചു പോവോ? ഇങ്ങനെയുള്ള ദുഃഖം, തന്റെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ സ്ഥാനത്തുള്ള ആളുകൾക്ക് മരണം സംഭവിക്കുമോ? ഇവരെല്ലാം നശിച്ചു പോവോ എന്നുള്ള ഭയം. ഈ ഭയം ഈ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൽ അർജുനന്റെ മനസ്സിൽ നിന്ന് അർജുനനെ പൂർണ്ണമായും ഈ ഭൗതികമായ കടമകളെ ആത്മീയമായ കടമകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോ
ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അർജുനൻ കുറെ ധാർമ്മികമായ ഉപദേശങ്ങൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? ധാർമ്മികമായ തന്റെ അറിവിനെ കൃഷ്ണന് മുമ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ശാരീരികമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ, എന്റേത്, എനിക്കുള്ളത്, ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ ശരീരം, അർജുനൻ എന്ന് പറയുന്ന എന്റെ പിതാമഹന്മാരാണ്, അർജുനൻ എന്ന് പറയുന്ന എന്റെ സുഹൃത്തുക്കളാണ്, എന്റെ അച്ഛന്മാർ. ആ ഒരു ബന്ധത്തിലാണ് അർജുനൻ ധർമ്മത്തിന് കൃഷ്ണന്റെ മുമ്പിൽ അവതരിക്കുന്നത്. ധർമ്മമെല്ലാം തന്നെ സ്വന്തം ഈ ശരീരമാണ്, ഞാനൊരു വ്യക്തിയാണ് എന്നുള്ള നിലപാടിലാണ്. നമുക്കറിയാം മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിനെ തിരിച്ചറിയുന്നതിൽ കൂടി മാത്രമാണ് മോക്ഷം ഉണ്ടാകുന്നത്. മുക്തിർ ഹിത്വ അന്വതാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. മുക്തി എന്ന് പറഞ്ഞാൽ ഹിത്വ അന്യഥാരൂപം, മറ്റുള്ള രൂപങ്ങളെല്ലാം തിരിച്ചിട്ട് സ്വരൂപേണ, സ്വന്തം രൂപം. ഞാൻ ആത്മാവാണ്, ഭഗവാന്റെ ദാസനാണ്. നാഹം വിപ്രോ നാചാ നരപതിർ നാഭി വൈശ്വന ശൂദ്രോ നാഹം വർണ്ണി നാചാ നരപതിർ നോപനസ്തോ യതിർവ ഹിന്ദു പ്രോധ്യാൻ നിഖില പരമാനന്ദ പൂർണ്ണാമൃതാബ്ധേർ ഗോപീ ഭർത്തൃ പതകമലയോർ ദാസദാസാനുദാസഹ. ഞാൻ ഗോപീ ഭർത്തൃ, ആ ഒരു ആത്മാവ്, ഞാൻ ആത്മാവാണെന്നും ഭഗവാന്റെ ദാസനാണെന്നുമുള്ള ആ ഒരു തലത്തിൽ നിന്നിട്ടാണ് ഞാൻ എൻ്റെ കടമകളും ധാർമ്മികമായ ഭൗതികമായ കടമകളും എല്ലാം അനുഷ്ഠിക്കുന്നത്. എനിക്ക് വേണ്ടിയും എൻ്റെ സമൂഹത്തിന് വേണ്ടിയും സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുമാണെന്ന് ചിന്തിക്കുന്നത്. ഈ പ്രവർത്തനം എന്തല്ല? ആത്മീയമല്ല. ഈ പ്രവർത്തനം ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനം മാത്രമാണ്. അതെന്താണ്? ധാർമ്മികവും ആത്മീയമായ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ധാർമ്മികമായ പ്രവർത്തനങ്ങളിൽ അതിനെയാണ് നമ്മൾ കർമ്മകാന്ഡം എന്ന് പറയുന്നത്. കർമ്മകാന്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മികമായ പ്രവർത്തനം. അതായത് വേദശാസ്ത്രങ്ങൾ പറഞ്ഞിട്ട് വെച്ചിട്ടുള്ള കാര്യം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവൂ, ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണ്, ഇന്ന മാർഗത്തിൽ പോയാൽ നിനക്ക് സ്വർഗത്തിൽ എത്താൻ പറ്റും, ഇന്ന മാർഗത്തിൽ പോയാൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ധാർമ്മികമായ മാർഗത്തിനെ കുറിച്ച് ഉപദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ കർമ്മകാന്ഡം. അതിനെക്കുറിച്ച് ആണ് അർജുനൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൃഷ്ണൻ അത് ആ ഒരു തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് അർജുനൻ പൂർണ്ണമായി മുക്തനല്ല. നമുക്കറിയാം ത്രിഗുണങ്ങളിൽപ്പെട്ട സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് ഒരു ജീവാത്മാവ് ഈ ഭൗതിക ലോകത്തിൽ പ്രവർത്തനം നടത്തുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതിന് പ്രവർത്തനത്തിൽ അതില് ആ സത്വരജസ് തമോ ഗുണങ്ങളിൽ മൂന്നിലും ഇടക്കുമ്പോഴും ഓരോ തരത്തിലുള്ള ഭയം ജീവാത്മാവിനെ ബാധിച്ചിരിക്കുന്നു, അല്ലേ? തമോ ഗുണത്തിൽപ്പെടുന്ന ആളിന് ഒരു തരത്തിലുള്ള ഭയമായിരിക്കും, രജോ ഗുണത്തിലുള്ള ആളിന് വേറൊരു തരത്തിലുള്ള ഭയമായിരിക്കും, അതേസമയം സാത്വിക ഗുണത്തിലുള്ള ആളിന് വേറൊരു തരത്തിലുള്ള ഭയമായിരിക്കും. സാത്വിക ഗുണത്തിലുള്ള ആളുടെ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നരകത്തിൽ പോകുമോ, പുണ്യകർമ്മങ്ങൾ ചെയ്യുമോ, ഞാൻ ചെയ്യുന്നതെല്ലാം പാപകർമ്മങ്ങളായി പോവില്ലേ, ഞാൻ ചെയ്യുന്നത് തെറ്റായി പോവില്ലേ, ഞാൻ ചെയ്ത് തെറ്റ് കഴിഞ്ഞാൽ നരകത്തിൽ പോവില്ലേ, സ്വർഗത്തിൽ പോവില്ലേ, ഇങ്ങനെയുള്ള ഭയമായിരിക്കുള്ളത്. അതായത് ആധ്യാത്മികമായി ശരിയെയും തെറ്റിയെയും കുറിച്ചുള്ള ഭയം. ഇവിടെ കൃഷ്ണൻ അർജുനനെ ആ ഒരു വിധാനത്തിൽ നിന്ന് മാറ്റിയിട്ട് ആത്മീയ തലത്തിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ പറയാണ്. കൊല്ലലും കൊലപാതകങ്ങളും, കൊല്ലലായാലും ശരി, കൊലപാതകമായാലും ശരി, അതെല്ലാം നീ ശാരീരിക നിലവാരത്തിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ ബുദ്ധിമുട്ട്, ഈ വിഷമം, ഈ ക്ലേശം, ഈ വൈക്ലഭ്യം. യഥാർത്ഥത്തിൽ നീയും ഈ ജീവിച്ചിരിക്കുന്ന ഇവരെല്ലാം തന്നെ ആത്മാക്കളാണ് എന്ന് നീ ഒരു പ്രാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ തീർച്ചയായിട്ടും ഈ ഭയത്തിന് വെളിവരും, ഈ ദുഃഖത്തിന് വെളിവരും. അതാണ് തൊട്ട് മുമ്പേ ശ്ലോകത്തിൽ പറഞ്ഞ് തുടങ്ങുന്ന നത്വേ വാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമത്തപ്പരം. അത് ഈ നീ കാണുന്ന ആൾക്കാരെല്ലാം മുമ്പും ഉണ്ട്, അവരിപ്പോഴും ഉണ്ട്, ഇനി ഭാവിയിലും ഉണ്ടാവും. ഇവരാരും ജനിച്ചിട്ടുമില്ല, ഇവരാരും മരിച്ചിട്ടുമില്ല. ഇതെല്ലാം ശരീരത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ, ഇവരെല്ലാം ശരീരമാണ്. അതിൽ ശരീരബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ ചിന്തിക്കുന്നത് അർജുന. ഈ ശരീരമാണ് എന്നുള്ള ബോധം നിനക്ക് മാറിക്കഴിഞ്ഞാൽ, നീ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ എന്താണ്, നിനക്ക് ഈ ഭയത്തിൽ നിന്ന് വെളിവരാം. പിന്നെ നിന്റെ കടമകളെല്ലാം ആത്മീയ വിധാനത്തിൽ ആയിരിക്കും ചെയ്യുന്നത്. അതായത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിന്റെ സാമൂഹികമായ കടപ്പാടുകളും എല്ലാം ചെയ്യുന്നത് ആത്മീയ ബോധങ്ങളത്തിലായിരിക്കും. അതായത് ഡിറ്റാച്ച്ഡ് ആയിരിക്കും. ഒരാള് വിരക്തനായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ദേഹിനോസ്മിൻ യഥാദേതേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി ധീരത്തത്ര മുഖ്യതി. നമുക്ക് ഈ ശ്ലോകത്തിന്
പ്രത്യേകമായിട്ട് മാത്രമായിട്ട് എടുത്തു പറയാൻ പറ്റത്തില്ല. കാരണം ഈ ശ്ലോകം ഒരു ആത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു കുറേ ശ്ലോകങ്ങളിൽ ഒന്ന് ഉണ്ട്. ഇപ്പൊ 23-ാമത്തെ ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ അതുവരെ പോകുമ്പോഴും നമുക്ക് ഇതാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈതം ദഗതി പാപക ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത. അർജുനന്റെ ഭയത്തിന് നമ്മൾ ആ 23-ാമത്തെ ശ്ലോകത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുറച്ച് ആത്മാവിന് ജനനമില്ല, മരണമില്ല എന്നെല്ലാം കൃഷ്ണൻ പറഞ്ഞു അതിന്റെ കൊണ്ടുപോവാണ്. അവസാനം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ആ ഭയത്തിൽ നിന്ന് മുക്തനാകുന്ന രീതിയിൽ പറയുന്നത്, നിനക്ക് ജനനവും നിന്നെ ഒരു ഭൗതികമായ ഒരു സാധനത്തിന് നിന്നെ കൊല്ലാനോ നിന്നെ ആത്മാവെന്നുള്ള നിന്നെ നശിപ്പിക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആദ്യം ആത്മാവാണ് എന്നുള്ളത് അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് നീ ഒരു ശരീരത്തിൽ ഇരിക്കുന്ന നീ ഇപ്പൊ കാണുന്നില്ല ഈ ശരീരം, ഇതിന് ആത്മാവ്, ഈ ശരീരസ്ഥനായിരിക്കുന്ന ആത്മാവ്, ആ ആത്മാവിന് ജനനമില്ല, മരണമില്ല. ഞാൻ ജായതേ മ്രിയദേവ കഥാചിത്ത്, അതിന് ഒരിക്കൽ ജനിക്കുന്നുമില്ല, അത് മരിക്കുന്നുമില്ല. നീ കാണുന്നില്ലേ നീ ഭീഷ്മരെ കൊല്ലുമെന്ന് പറയുന്നു, ഭീഷ്മരെ അർജുനൻ വധിക്കും എന്ന് പറയുന്നു. പക്ഷെ ഈ ഭീഷ്മരെ നീ വധിക്കുന്നുണ്ടോ? ഇല്ല. നീ ഭീഷ്മരെ നിനക്ക് വധിക്കാൻ പറ്റില്ല. കാരണം ഭീഷ്മർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ നിന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് ഇവരെല്ലാം ഈ പിതാമഹന്മാരിൽ നിൽക്കുന്നത്. ഞാൻ ആ ഒരു പേര് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അങ്ങനെ വരുന്നുണ്ടാവും. അർജുൻ ഈ ഒരെല്ലാം ഈ പിതാക്കന്മാരെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ നീ വധിക്കുന്നു പറഞ്ഞില്ലേ? ഇവരെല്ലാം യഥാർത്ഥത്തിൽ ആത്മാക്കളാണ്. ഇവരെല്ലാം ഒരിടത്തും ജനിച്ചിട്ടുമില്ല, ഒരിടത്തും മരിച്ചിട്ടുമില്ല. ഇവരെല്ലാം എന്താണ്? ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് അവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതെങ്ങനെ? ഒരു ശരീരത്തിൽ കൗമാരം, ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ അത് ക്രമേണ ആ ശരീരത്തിന്റെ കൗമാരാവസ്ഥയിലേക്ക് മാറും ആ ശരീരം. അപ്പൊ അത് കഴിഞ്ഞ് അത് യൗവനാവസ്ഥയിലേക്ക് മാറും. അത് കഴിഞ്ഞിട്ട് അത് വാർദ്ധക്യാവസ്ഥയിലേക്ക് മാറും. ഈ അവസ്ഥയിലോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും അതിനകത്തിരിക്കുന്ന ആത്മാവിന് മാറ്റം സംഭവിക്കുന്നുണ്ടോ? ആത്മാവിന് മാറ്റമൊന്നും സംഭവിക്കുന്ന ആ ഒരേ ആത്മാവാണ്. അത് കുട്ടി ജനിക്കുമ്പോഴും ആ ശരീരം ഉണ്ടായപ്പോഴും അത് കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും പോകുമ്പോഴും എല്ലാം ആത്മാവ് അതിനകത്തുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. വാർദ്ധക്യം ബാധിച്ചതിന് ശേഷം ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അത് വേറൊരു ശരീരത്തിലേക്ക് കയറുമെന്ന് പറയുന്നു. ഇവിടെ ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ പർപ്പട്ടിൽ പറയുന്നുണ്ട്, ഭീഷ്മദ്രോണാദികളെ കുറിച്ചുള്ള മരണത്തെ ചൊല്ലി അർജുനൻ വിലപിക്കേണ്ടതില്ല. അർജുനന്റെ സംശയങ്ങളിൽ ഒരെണ്ണത്തിനുള്ള ഉത്തരമാണിത്. അർജുനൻ എന്താണ്, ഞാൻ ഇവരെയൊക്കെ കൊല്ലേണ്ടി വരൂല്ലേ, ഇവരെയൊക്കെ കൊന്നാൽ എനിക്ക് പാപം ഉണ്ടാവില്ലേ എന്നുള്ളതിന്റെ ഒരു ഉത്തരമായിട്ടാണ് അർജുനൻ പറയുന്നത്. ഇല്ല, ഇവരാരും നീ കൊല്ലേണ്ടി വരില്ല, ഇവരെല്ലാം ആത്മാക്കളാണ്, ഇവരെ നിനക്ക് വിചാരിച്ചാൽ കൊല്ലാനും പറ്റൂല, ഇവരെല്ലാം പിന്നെ ഈ ശരീരം, ആ ശരീരം ജനിച്ച് അത് ഓരോ അവസ്ഥാന്തരം പ്രാപിച്ച് അത് കുറച്ചു നാൾ ഈ ഭൂമിയിൽ നിലനിന്നിട്ട് പിന്നെ അത് നശിച്ചു പോകുന്നു. അതിന് ആ ശരീരസ്ഥനായ ആത്മാവിന് യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. അപ്പോ ഇത്തരത്തില് നമ്മളെ ആ ഭയത്തിന്റെ ആ നമ്മളെ ഒരു ജയിലിൽ പിടിച്ചടച്ചാൽ എങ്ങനെയായിരിക്കും? ആ ജയിലിനകത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടിനകത്ത് നമ്മളെ പിടിച്ചടച്ചിട്ട് അതിനകത്ത് നമ്മൾ ഇരുന്ന് ശ്വാസം മുട്ടുന്ന കിടക്കാണ് ഒരു ജീവാത്മാവ്, ഈ ഭൗതിക ശരീരത്തിലായ ജീവാത്മാവ് ഭയത്തിനടിമപ്പെട്ട് കഴിയുന്നത്. ഒരാൾ ഭയത്തിൽ നിന്ന് പുറത്തു വന്നാൽ തന്നെ അയാൾക്ക് പൂർണ്ണമായ ആനന്ദം അനുഭവിക്കാൻ പറ്റും. അയാളുടെ ആനന്ദത്തിനും സന്തോഷത്തിനും തടസ്സമായി നിൽക്കുന്നതാണ് ഈ ഭയമാണ്. അയാളുടെ പ്രവർത്തനങ്ങൾ എന്തും അയാൾക്ക് ചെയ്യാൻ പറ്റും, എല്ലാ പ്രവർത്തനവും ചെയ്യാൻ പറ്റും. അപ്പൊ അയാളെ ഈ ഭയത്തിൽ കൊണ്ടുവരുന്നത് ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ചിന്തയാണ്. അപ്പോ ഈ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ചിന്ത അർജുൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അർജുനന് പറയണം, നീ ആരെയും കൊല്ലുന്നുമില്ല, നിനക്ക് ആരെയും കൊല്ലാനും പറ്റൂല, നീ കൊന്നാലിട്ട് ഇവരാരും മരിക്കുന്നില്ല. അപ്പൊ ഇത് വളരെ വളരെ പടിപടിയായിട്ട് മുമ്പോട്ട് കയറി പോവുകയാണ്. അപ്പൊ ജീവാത്മനെ തുണ്ടുകളായിട്ട് വിഭജിക്കാൻ സാധ്യമല്ല. അതിന്റെ 3-ാമത്തെ പാരഗ്രാഫില് പ്രഭുപാദ് പറഞ്ഞു, ജീവാത്മാവിനെ തുണ്ടുകളാക്കി വിഭജിക്കാൻ സാധ്യമല്ല. ഇതിനങ്ങോട്ട് പറഞ്ഞു, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാപഹ നൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? നൈനം ചിന്തന്തി ശസ്ത്രാണി, ഇതിനെ ശസ്ത്രങ്ങൾ കൊണ്ട് മുറിക്കാൻ പറ്റത്തില്ല. ഇതിനെ ജലത്തിന് നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇതിന് ശസ്ത്രങ്ങൾ കൊണ്ട് മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് ആയുധങ്ങൾ കൊണ്ട് മുറിക്കാൻ പറ്റില്ല. ആയുധം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? ആറ്റം ബോംബ് പോലെയുള്ള ആയുധങ്ങൾ, മാരകമായിട്ട് വിഷമയമായ ആയുധങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ കൊല്ലാൻ പറ്റുമോ?
ഇങ്ങനെ തുണ്ടാക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. കാരണം ഇതെല്ലാം ഭൗതിക വസ്തുക്കളാണ്. ഭൗതികമായ ഒന്നിനും ആത്മാവിനെ ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല, തൊടാൻ പോലും പറ്റില്ല. ആത്മാവിനെ ഒന്നും ചെയ്യാൻ പോലും പറ്റില്ല. ഭൗതികമായ ഒരു തരത്തിലുള്ള അസ്ത്രത്തിനോ ശസ്ത്രം, അപ്പൊ ദിവ്യാസ്ത്രങ്ങൾ പോലെയുള്ള അസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ആത്മാവിനെ ഉപയോഗിക്കാൻ പറ്റില്ല. അതെല്ലാം ഭൗതികമാണ്. ഓരോന്നും ഈ ഭൗതികമായ വസ്തുക്കളുടെ വിവിധ ഘടകം. ഇപ്പൊ ആറ്റം ബോംബ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആറ്റം ബോംബിനെ വിഘടിച്ച് അണുവാക്കി കൊണ്ടുവന്നാലും ആ അണുവും ഭൗതികമാണ്. ആത്മാവ് അതീന്ദ്രിയമാണ്, അതല്ല അഭൗതികമാണ്. ഭൗതിക വസ്തുക്കൾ നിർമ്മിച്ചതല്ല. ഒരിക്കൽ നാരദൻ എവിടെ പോകും? ഈ നാരദനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നാരദൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഭയവും പേടിയും ഇല്ലാതെ നാരദൻ എന്തുകൊണ്ടാണ് ഈ സർവത്ര കറങ്ങി നടക്കുന്നത്? ഏത് രാക്ഷസന് മുമ്പും ഏത് അസുരന്റെ മുമ്പേയും നാരദൻ ചെന്ന് നിൽക്കും. അവരുടെ അടുത്തൊക്കെ ചെന്ന് അദ്ദേഹം വളരെ നല്ല കാര്യത്തിൽ പറയും. അതേസമയം വേറെ ആർക്കും, സൗമ്യനായിട്ടുള്ള ഒരു ഭക്തനും ഒരാൾക്കും, ഭൗതിക ലോകത്തിലുള്ള ഒരാൾക്കും എന്തുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പ് പോയി സംസാരിക്കാൻ പറ്റുന്നില്ല? ദേവന്മാർക്ക് പോലും അദ്ദേഹത്തിന് മുമ്പ് പോയി സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാം ഭൗതികമായ ശരീരമുള്ള ആൾക്കാരാണ്. നാരദന് ആത്മീയമായ ശരീരമാണ്. നാരദന് ആത്മീയമായ ശരീരമുള്ളത് കൊണ്ട് നാരദൻ എവിടെയും ആരുടെ മുമ്പേ പോയി നിൽക്കാം. കാരണം എന്താണ്? നാരദൻ ഭയത്തിന്റെ ചട്ടക്കൂടുകളെ പൊട്ടിച്ച ആളാണ്. ഭയത്തിന്റെ ചട്ടക്കൂടുകൾക്ക് വെളി വന്ന ആളാണ്. ബാക്കിയുള്ളവരെല്ലാം ആ ബ്രഹ്മാവ് മുതൽ ഇങ്ങോട്ടുള്ള സകല ജീവാത്മാക്കളെ എടുത്താലും ശരി, ഇവർക്കെല്ലാം തന്നെ ഭൗതികമായ ശരീരമാണ് എന്നുള്ളത് കൊണ്ട് ഈ ദേവന്മാർക്കോ മറ്റുള്ളവർക്കോ ആർക്കും മറ്റുള്ള അസുരന്മാരുടെയോ രാവണന്റെയോ മുമ്പ് പോയി സംസാരിക്കാനുള്ള ധൈര്യമില്ല. കാരണം ഭൗതിക ശരീരത്തിന് എപ്പോ പോകണം? നശിപ്പിക്കാം, ഏത് സമയവും നശിപ്പിക്കാം, അവർക്ക് വേദനിപ്പിക്കാം, പീഡിപ്പിക്കാം. പിന്നെ ഈ ചെന്ന് നിൽക്കുന്ന ആൾക്കാർക്കും ഞാൻ ആത്മാവല്ല ശരീരമാണെന്നുള്ള ബോധം ഉള്ളതും അതുകൊണ്ടാണല്ലോ അവർ ഭൗതിക ലോകത്തിൽ ആസ്വദിക്കുന്നത്. ഭൗതിക ലോകത്തിലെ ആസ്വാദനത്തിൽ അവർ നിൽക്കുന്നത്. അവർക്ക് ഈ ശരീരം നഷ്ടപ്പെട്ടു എന്നുള്ള ഭയമുണ്ട്. കാരണം ഈ ശരീരം നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് അനുഭവിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ അനുഭവത്തിന്, എൻ്റെ ഭൗതിക ആസ്വാദത്തിന് ശരീരം വേണമല്ലോ. പക്ഷെ നാരദ മഹർഷി, അദ്ദേഹത്തിന്റെ ശരീരം ആത്മീയമാണ്. ഒരിക്കൽ രാവണന്റെ മുമ്പ് ചെന്ന് നിൽക്കുമ്പോ രാവണൻ ചന്ദ്രഹാസം എടുത്തിട്ട് ആരുടെ നേരെ അയക്കും? ആരുടെ നേരെ? നാരദന് നേരെ അയക്കും. പക്ഷെ ഈ ചന്ദ്രഹാസത്തിന് നാരദന്റെ ശരീരത്തിൽ കൂടി കടന്ന് അപ്പുറത്ത് പോകുമ്പോഴും നാരദന്റെ ശരീരത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. ഇത് നമ്മൾ പറയില്ലേ, ഒരു പ്രകാശം, നമ്മള് ഒരു സ്ക്രീനില് വെളിയിൽ എയറിൽ നമ്മൾ രൂപം സൃഷ്ടിച്ചിട്ട് അതിനെ കത്തിയെടുത്ത് കുത്തി അങ്ങനെ ഇരിക്കും. അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ആ രാവണന്റെ ചന്ദ്രഹാസത്തിന് എന്ന് പറയുന്ന ആ വലിയ ആയുധത്തിന് നാരദന്റെ ദേഹത്തിന് ഒന്ന് സ്പർശിപ്പിക്കാൻ പോലും പറ്റില്ല. അത് അതിന്റെ ഉള്ളിൽ കൂടെ കയറി അപ്പുറത്ത് പോകും. കാരണം അത് ഭൗതിക വസ്തുവല്ല. നാരദൻ ആധ്യാത്മികമായ അല്ലെങ്കിൽ അതീന്ദ്രിയമായ തലത്തിലായതുകൊണ്ട്, ആത്മീയമായ ശരീരമായതുകൊണ്ട് ആ ശരീരത്തിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ത്രിലോകങ്ങളിലോ ഈ ഭൗതിക ലോകത്തിലെ ഒന്നിനും തന്നെ നശിപ്പിക്കാനോ മുറിവേൽക്കാനോ ഇവിടെ വരുന്നുണ്ട്. വെള്ളത്തിന് നനയ്ക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വെള്ളത്തിന് നശിപ്പിക്കാൻ പറ്റുന്നത്. വെള്ളം വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചാൽ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. വെള്ളപ്പാച്ചിൽ, കൊടുങ്കാറ്റുണ്ടാകാം, വെള്ളച്ചാട്ടം ഉണ്ടാകാം, അല്ലേ? നമ്മളിപ്പോ യുദ്ധത്തിനൊക്കെ കണ്ടില്ലേ, ഡാമൊക്കെ തുറന്നു വിടുന്നു, ഒരു സൈഡിൽ നിൽക്കുന്നു. അപ്പൊ വെള്ളത്തിനെ അതിശക്തമായ രീതിയിൽ അതിന്റെ വേറെ രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നശിപ്പിക്കാനും പറ്റും, അല്ലേ? അപ്പൊ ഇതെല്ലാം ഓരോ തരത്തിലുള്ള ഭയമാണ്. ഭയത്തിന്റെ ചട്ടക്കൂടിനകത്താണ് ഇരിക്കുന്നത്. അത് ഒരു വ്യക്തിക്ക് ആത്മീയ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ, ആത്മജ്ഞാനം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ഉണ്ടായി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഭയത്തിന്റെ ചട്ടക്കൂടുകളെ പൊട്ടിച്ച് പുറത്തു വരാൻ പറ്റൂ. ആത്മജ്ഞാനം ഉണ്ടാവാത്തിടത്തോളം കാലം ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന് റിയലൈസ് ആവുന്ന കാര്യം, മനസ്സിലാവുന്നിടത്തോളം കാലം, ആവാത്തിടത്തോളം കാലം നമ്മളെ ഈ ഭയം ഒട്ടും വിട്ടുമാറില്ല. എപ്പോഴും നമുക്ക് ഈ അരക്ഷിതാവസ്ഥ എപ്പോഴും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അയ്യോ, എൻ്റെ കുടുംബത്തിന് ആര് നോക്കും? എനിക്ക് കാശില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് എനിക്ക് മുഴുവൻ കാശും. എന്തുകൊണ്ടാണ്? നമ്മളുടെ അടുത്ത് ശ്രീല പ്രഭുപാദർ പറഞ്ഞു, നീ ഭൗതിക ജീവിതം ആത്മീയമാണ്, ശാശ്വതമായിട്ടുള്ളത്. ഭൗതിക ശരീരം നശ്വരമാണ്. ഭൗതിക ആത്മീയതയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഭൗതികതയെ വിട്ട് ആത്മീയതയിൽ വരും. നമ്മൾ ഇവരില്ല, അയ്യോ ഞാൻ വന്നാൽ എൻ്റെ കുടുംബത്തിന് ആര് നോക്കുമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോകും, അല്ലേ? നീ നിന്റെ ഈ തൊഴിലൊന്നും ചെയ്യരുത്. ഈ തൊഴിലൊക്കെ വിട്ടിട്ട് നീ ആത്മീയമായി ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്ന നമ്മൾ വിടുവോ? അയ്യോ, എൻ്റെ ശരീരത്തിന് ആര് നോക്കും? ശരീരം എത്രാവിധ, നമ്മൾ അപ്പോഴും ഭഗവത്ഗീതയുടെ 3-ാം ശരീരം എത്രാവിധത്തെ പ്രസിദ്ധിയേത്. എങ്ങനെ ശരീരത്തിനെ പോലും സംരക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറയും.
ഭഗവാൻ അതിനുള്ള ആൻസറും പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, ഒരാൾ മഹാത്മാനസ്തു പാമ്പാർത്ത ദൈവീം പ്രകൃതി ആശ്രിത. ഒരാൾ ഭഗവാനെ പൂർണ്ണമായി ശരണം പ്രാപിച്ചാൽ അയാള് ദൈവീ പ്രകൃതി ആശ്രയിച്ച ആളാണ്. അയാൾക്ക് ഈ ഭൗതിക ശരീരത്തിനെ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദധീജി മഹർഷിയുടെ അടുത്ത് ദേവേന്ദ്രൻ ചോദിക്കുന്ന ആ നട്ടൽ ഇളക്കി തരാൻ പറയാണ്. ദധീജി മഹർഷിയുടെ അടുത്ത് ആ നട്ടല് ഇളക്കി എനിക്ക് വജ്രായുധം ഉണ്ടാക്കാൻ പറയാണ്. അടുത്ത നിമിഷം ദധീജി മഹർഷി ആ നട്ടൽ ഊരിയെടുത്ത് കൊടുക്കുകയാണ്. ആർക്ക്? ദേവേന്ദ്രന് കൊടുക്കുകയാണ്. നീ കൊണ്ടുപോയി വജ്രായുധം ഉണ്ടാക്കിക്കോ, കൊണ്ടുപോയി വജ്രായുധം ഉണ്ടാക്കിക്കോ. എന്റെ ഈ ശരീരം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനപ്പെട്ടു. ഭയമുണ്ടോ അവിടെ? ദധീജി മഹർഷി ഭയമുണ്ടോ? ഭയമില്ലായിരുന്നു. കാരണം അവര് ഭൗതികമായിട്ട് ഒന്നിനെയും ആശ്രയിച്ചില്ല. അവർ ആത്മസാക്ഷാത്കാരം ലഭിച്ച മഹാത്മാവായതിനാൽ അദ്ദേഹത്തിന് ഭയമുണ്ടായില്ല. പ്രഹ്ലാദനെ പൊക്കിയെടുത്ത് അഗ്നിയിൽ എറിയാൻ പോയി. വിഷം കൊടുക്ക ഉണ്ടോ? പ്രഹ്ലാദൻ പറഞ്ഞില്ല ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ ശരീരത്തിനെ നമ്മൾ സംരക്ഷിക്കണം, അതിന് അങ്ങനൊന്നും അവരാരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോ അതെല്ലാം നമ്മള് ഭക്തിയുടെ വിധാനത്തിലായാലും ആത്മീയ വിധാനത്തിലായാലും നമ്മുടെ ശാരീരിക ബോധം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ആ ഭയം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ഒരാൾ പൂർണ്ണമായും ഭഗവാനെ ശരണാഗതി പ്രാപിച്ചു കഴിയുമ്പോൾ, ഞാൻ ഭഗവാന്റെ രീതിയിലാണ്, ഞാൻ ഭഗവാനിൽ ആശ്രയിക്കപ്പെട്ടവനാണ് എന്ന് ഒരു വ്യക്തി പൂർണ്ണമായും മനസ്സിലാക്കി, എന്താണ്, മാരേ കൃഷ്ണ രാഖേ കോയ്, രാഖേ കൃഷ്ണ മാരേ കോയ്. കൃഷ്ണ ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളെ രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല. കൃഷ്ണ ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ അയാളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. കൃഷ്ണ ഒരാളെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾ ആർക്കും കൊല്ലാനും സാധ്യമല്ല. ഞാൻ പൂർണ്ണമായും ഭഗവാന്റെ സംരക്ഷണത്തിലാണ് എന്ന് വിചാരിക്കുന്നയാൾ. പ്രഹ്ലാദനെ പോലെ. പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിന്റെ മുമ്പ് കൊണ്ട് നിർത്തിയപ്പോ പ്രഹ്ലാദൻ അവിടെ യാതൊരു തരത്തിലുള്ള എന്താണ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യവും സംസാരിച്ചില്ല. ഇല്ല, എനിക്കെന്റെ സംദേശം കൃഷ്ണാബോധം പ്രചരിപ്പിക്കാം, അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹിരണ്യകശിപുവിന്റെ സംസാരിക്കാം. കുറച്ച് സമയം അച്ഛൻ അങ്ങനെ നിൽക്കട്ടെ, കുറച്ചു കാലം കഴിയുമ്പോൾ അച്ഛൻ ഇവിടുന്ന്, അച്ഛന്റെ കാലം കഴിയുമ്പോൾ പിന്നെ ഞാൻ ഈ രാജ്യത്തിന്റെ അധിപതി ഞാൻ തന്നെ അല്ലാവും, അപ്പൊ ഞാൻ കൃഷ്ണാബോധം പ്രചരിപ്പിച്ചോളാം എന്നൊന്നും പ്രഹ്ലാദൻ ചിന്തിച്ചില്ല. പ്രഹ്ലാദൻ കുറച്ച് ഡിപ്ലോമ, നമ്മളാണെങ്കിൽ അങ്ങനെ ഇരിക്കും, പോട്ടെ എങ്ങനെയെങ്കിലും കുറച്ച് കാലം, അത് കഴിഞ്ഞ് നമ്മളെ കയ്യിൽ വരുമല്ലോ, അപ്പൊ നമ്മൾ നോക്കിക്കോളാം വിചാരിക്കും. അതുവരെ അങ്ങനെയുള്ള ഡിപ്ലോമസി ഒന്നും ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല? ഒരു ഭക്തനില്ല. കാരണം ഭക്തൻ പൂർണ്ണമായും ശാരീരിക ബോധത്തിന് വെളിയിൽ വരുന്ന ആളാണ്. ഭഗവാൻ പരമദിവ്യോത്തമപുരുഷനായ ഭഗവാൻ കൃഷ്ണനെ പൂർണ്ണമായി ആശ്രയിച്ച ആളാകുന്നത് കൊണ്ട് അയാൾ ഭയത്തിന് വെളിയിൽ വരും, ആത്മസാക്ഷാത്കാരം നേടി വരും. അപ്പൊ ഈ ഒരു ഭയത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് അർജുനനെ വെളിയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. കാരണം ഭയം ഏതൊക്കെ രീതിയിൽ നമ്മളെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഭൗതിക ജീവിതത്തിൽ ഭയം ഒരുപാട് നമ്മളെ ബാധിച്ചിരിക്കുന്നു. അതാണ് നമ്മളെ കൃഷ്ണാവബോധത്തിന്റെ ഏറ്റവും അടുത്ത് നമ്മൾ വ്യക്തിപരമായിട്ട്, ഇതിൽ ഞാൻ ഉൾപ്പെടെ ആരും വ്യത്യസ്തരല്ല. എല്ലാവരും ഭയത്തിന്റെ ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഭയത്തിന്റെ ചട്ടക്കൂടിനകത്താണ്. എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിനെ കുറിച്ച്, എൻ്റെ ശരീരത്തിനെ കുറിച്ച്. ഒന്ന് ജലദോഷം വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ ഭയചകിതനാണ്, ഞാൻ എല്ലാം മറന്നുപോകും. അല്ലെ? ഈ ഭയത്തിന് വെളിയിൽ വന്ന ആൾക്കാരെന്നാണ് അവരാണ് നമ്മൾ അയ്യോ, നമ്മൾ ചോദിക്കുന്നത് ഈ മഹാത്മാക്കളായ ആൾക്കാര് എങ്ങനെ അവർ ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നു. ശ്രീല പ്രഭുപാദർ വന്നിട്ട് അദ്ദേഹം അവസാന സമാധി അവസ്ഥയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും വിശകലനം ചെയ്യാനും പറയാനും ഒക്കെ കഴിയുന്നു? നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്, അല്ലേ? വലിയ വലിയ ആചാര്യന്മാര് അവരുടെ ശരീരം മുഴുവൻ വേദനയും യാതനയുമാണെങ്കിലും അവർക്ക് ആ വേദനയ്ക്കും ഇതിനേക്കും അപ്പുറത്ത് അവർക്ക് എങ്ങനെ ഇത്ര വ്യക്തമായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നു? എന്തുകൊണ്ട് സാധാരണക്കാർക്ക് അതിന് കഴിയുന്നില്ല? കാരണം സാധാരണക്കാരെല്ലാം ഈ ശാരീരിക ബോധത്തിനായല്ല, ആത്മബോധമില്ലാതെ ശാരീരിക ബോധത്തിലായതുകൊണ്ട് അവർ ഈ ഭയത്തിന്റെ ഈ ചട്ടക്കൂടിനകത്ത്, അല്ലെങ്കിൽ ഈ അറയ്ക്കകത്ത്, ഈ അഴിക്കൂട്ടിനകത്ത് അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് അതിൽ നിന്ന് പുറത്തു വരണം. അതിനകത്ത് പുറത്തു വരണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഭഗവത്ഗീത പഠിക്കുന്നുമ്പേ, ആത്മീയജ്ഞാനം പഠിക്കുന്നുമ്പേ, ഒരാൾ ആധ്യാത്മികതയിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ അയാളുടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ്? അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. നമ്മൾ അഹം ബ്രഹ്മാസ്മി പറഞ്ഞുകൊണ്ടിരിക്കും. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആത്മാവാകും, ഞാൻ ആത്മാവാകുന്നു എന്നുള്ള സാക്ഷാത്കാരം ആദ്യമാണ്. അതാണ് തുടക്കം. ഇവിടെ അർജുനനും ആദ്യമായിട്ട് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്, ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത്, ആത്യന്തികമായിട്ട് ഭഗവത്ഗീതയുടെ ആത്യന്തികമായിട്ട് അവസാനം മുതൽ ഉപദേശിക്കേണ്ട കാര്യം
മുഴുവൻ പറഞ്ഞാൽ ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ തുടക്കത്തിൽ തന്നെ കൃഷ്ണൻ അർജുനന് ആത്മാവാണ് ഞാൻ, ഈ ശരീരമല്ല എന്ന് പറഞ്ഞു വരിക്കുന്നു. കാരണം ആ ഒരു അവസ്ഥയിൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി അങ്ങോട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. ആദ്യം ഭയപ്പാട് ഒഴിവാകണം. ഞാൻ ഈ ശരീരമാണ്, അത് ഞാൻ ശരീരമായതുകൊണ്ട് എന്റെ ബന്ധുക്കൾ നഷ്ടപ്പെടുമോ, എന്റെ മറ്റു ബന്ധുമിത്രാദി നഷ്ടപ്പെടുമോ, എന്റെ സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെടുമോ, എന്റെ കുട്ടികളും മറ്റുള്ളവരൊക്കെ അനാഥരായി പോകുമോ, ഞാൻ മരിച്ചാൽ ഇവരെയൊക്കെ ആര് നോക്കും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ആരെടുത്തോണ്ട് പോകും, എന്റെ മോളെ എങ്ങനെ കെട്ടിച്ചുവിടും, എന്റെ മോനെ എങ്ങനെ പഠിപ്പിക്കും, ഈ രീതിയിലുള്ള ഭയം, ഈ രീതിയിലുള്ള, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ എന്റെ കുടുംബം എന്താവും, ഇങ്ങനെ ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ഭയം എപ്പോഴും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഭയത്തിൽ നിന്ന് മുക്തനായിട്ട് ആ ഭയം ഈ ശരീരബന്ധം നിമിത്തമുള്ളതാണെന്ന് മനസ്സിലാക്കുന്ന ആൾക്ക് മാത്രമേ മുമ്പോട്ടുള്ള ഭഗവത്ഗീതയുടെ അധ്യായം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ തുടക്കത്തിൽ തന്നെ അർജുനന്റെ മാനസികാവസ്ഥയെ ശരിയായിട്ട് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി? അർജുനൻ ആദ്യം പറഞ്ഞ കുറെ ചോദ്യങ്ങളിൽ തന്നെ ഭഗവാന് അർജുനന്റെ മാനസികാവസ്ഥയും എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി. അർജുനൻ പറഞ്ഞ ഇവരെയൊക്കെ കൊന്നാൽ എനിക്ക് പാപം കിട്ടൂലേ, കുലം നശിച്ചു പോവില്ലേ, കുലസ്ഥിതി നശിച്ചു പോവില്ലേ, പ്രതികൾക്ക് പിണ്ടം കിട്ടാതായി പോവില്ലേ, പിന്നെ ഇവരെയൊക്കെ നഷ്ടപ്പെട്ടാൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലേ, ഈ ചോദ്യങ്ങളൊക്കെ കേട്ടോ മനസ്സിലായി അർജുനന്റെ നിലവാരം ശാരീരിക നിലവാരത്തിലാണെന്ന് മനസ്സിലായി. അർജുനനെ ആദ്യം അതിൽ നിന്ന് വെളിയിലിട്ട് ഭഗവാൻ പിടിച്ച് വെളിയിട്ട്. അങ്ങനെയാണ് നീ പറഞ്ഞ പോലെ അവരൊന്നും മരിക്കാനും പോകില്ല, നീ മരിക്കാൻ പോകില്ല, ഞാനും മരിക്കാൻ പോകുന്നില്ല, ഞാൻ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള നമ്മൾക്ക് ആർക്കും തന്നെ, ഞാനും ഇല്ല, നീയും മരിക്കുന്നില്ല, നീ കാണുന്നവരാരും തന്നെ മരിക്കുന്നില്ല, ഇവരെല്ലാം ഒരു ശരീരം ഉപേക്ഷിച്ചിട്ട് വേറൊരു ശരീരം സ്വീകരിക്കുന്ന ജീവാത്മാക്കൾ മാത്രമാണ്. ആത്മതത്വം, ആത്മജ്ഞാനം ആദ്യം തന്നെ ആർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു? അർജുനൻ ഇവിടെ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന സകല കാര്യങ്ങൾക്കും അടിസ്ഥാനം ഇനി ഈ പറയുന്ന ആദ്യത്തെ 28 ഏകദേശം 28 എമ്മത്തെയോ ഇങ്ങോട്ടോ ശ്ലോകം വരെ, 28, 29, 30 ശ്ലോകം വരെ നമ്മൾ അങ്ങനെ പഠിക്കുക. 30 ശ്ലോകം വരെ ദേവി നിത്യം അവദ്യോയം ദേഹേ സർവസ്യ ഭാരത തത്മാ സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. അതാണ് പറയുന്നത്. അതായത് ഹേ ഭാരത, ശരീരത്തിൽ ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് യാതൊരു ജീവനെ കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. ജാതസ്യഹി ധ്രുവോ മൃത്യം, ജീവിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മരിച്ചു, നീ ഇല്ലേലും ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ജീവിക്കേണ്ടവർ ജീവിക്കും, മരിക്കേണ്ടവർ മരിക്കുകയും അവർ ഓരോരുത്തരും അവരവരുടെ കർമ്മം അനുസരിച്ച് ജീവിക്കും. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കാരണമാണ് ഈ ഭൗതിക ലോകം ഇങ്ങനെ നടക്കുന്നത്, അല്ലേ? വാലാട്ടിക്കിളി ബാക്കിലോട്ട് നോക്കിയിട്ട് അതിന്റെ വാലിങ്ങനെ ആടുമ്പോൾ നോക്കുമ്പോൾ അതിന് തോന്നും അത് വാലാട്ടുന്നതുകൊണ്ടാണ്, അതിന് ബാക്കിലോട്ട് നോക്കിയിട്ട് അത് വാലാട്ടും, വാലിൽ നോക്കുമ്പോൾ അതിന് തോന്നും ഈ ഭൂമി എല്ലായാലും കുലുങ്ങുന്ന കൊണ്ടത്. അപ്പൊ അത് വിചാരിക്കുന്നതാണ് അതിന് വാലാട്ടുന്നതുകൊണ്ടാണ് ഈ മൊത്തം പ്രപഞ്ചവും കുലുങ്ങുന്നതെന്ന് അതിന് തോന്നും. അതിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്. നമ്മളില്ലെങ്കിലും ഇവിടെ ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു പോകും. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്കിവിടെ ഒരു കർത്തവ്യമുണ്ട്. എന്താണ് ആ കർത്തവ്യം? ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ശരീരസ്ഥനായിട്ടുള്ള ഈ ആത്മാവാണ് ഞാനെന്ന് മനസ്സിലാക്കി അതിനെ എന്താണ് ഈ ബന്ധനങ്ങളിലെല്ലാം നിന്ന്, ഈ ജന്മ കർമ്മം എന്നുള്ള ബന്ധനങ്ങളിലെ മുക്തനാക്കിയിട്ട് ഭഗവാന്റെ ശാശ്വതമായ സേവനത്തിൽ അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ കടമ, എൻ്റെ ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കുന്നതാണ് എൻ്റെ കടമ എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനു വേണ്ട പ്രയത്നങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മുടെ യഥാർത്ഥ കർത്തവ്യം. നമ്മുടെ ഭൗതിക ലോകത്തിൽ യഥാർത്ഥ കർത്തവ്യം ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തനമോ സാമൂഹ്യ പ്രവർത്തനമോ അല്ലെങ്കിൽ വ്യക്തിപരമായ കടമകൾ നിർവഹിക്കലോ ഒന്നുമല്ല. എന്താണ്? എൻ്റെ ആത്മീയ ജീവിതത്തിനെ പുരോഗമിപ്പിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ ഞാൻ ചെയ്യുന്ന കടമകളെല്ലാം, എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആത്മീയമായിക്കൊള്ളും. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഭഗവാൻ പറയുന്നത്. അതായത് കാരണം ഇവിടെ നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്നുള്ളത് ഭഗവാൻ ഈ ശ്ലോകങ്ങൾ, ഈ 30 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഹരേ കൃഷ്ണ പ്രഭുജി. സംശയമല്ല, നമുക്ക് ഇപ്പൊ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാൻ പോകുന്ന. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ജന്മം, നമുക്ക് ഓർമ്മ വെച്ച നാട് മുതൽ നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ഇങ്ങനെ ഭൗതികമായിട്ട് തന്നെ പോകുന്നുണ്ട്. അത് മരണം വരെ അത് തുടരുന്നു. ഒരു ഭക്തനായാൽ പോലും. ഞാനിപ്പോ എൻ്റെ ഇന്നലത്തെ ഒരു അനുഭവം ഞാൻ പറയാമെന്ന് വിചാരിച്ചു. പ്രഭു പറഞ്ഞ് നമുക്ക് ചെറുപ്പത്തിൻ്റെതായ ആവശ്യങ്ങൾ കിട്ടാതെ വരുമ്പോഴോ നമുക്ക് വ്യാകുലതകളോ ഭയമോ ഒന്നും ബാധിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുട്ടിയായിരിക്കുമ്പോൾ അതുപോലെ വാർദ്ധക്യത്തിലും അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങനെ നമ്മൾ ഭക്തരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രഭു എനിക്കിപ്പോ 70 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഇതുവരെ ഈ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഞാനിപ്പോഴും ഡിപ്പെൻഡബിൾ ആണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് എനിക്ക് മക്കളെ കൂടെ നിന്നാലേ പറ്റുള്ളൂ. അപ്പം മക്കളെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ആത്മീയമായിട്ട് നമുക്ക് ഒരുപാട് തകർച്ചകൾ, അതായത് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ബന്ധനത്തിലാണ് കുട്ടിയുടെ. അതൊന്നും നമുക്ക് രക്ഷപ്പെടാൻ ഒക്കില്ല പ്രഭു. നമുക്കിത് പറയാം ആത്മീയമായിട്ട് വരുമ്പോ. അപ്പം പ്രഭു എന്നോട് പറഞ്ഞു, മാതാജി സറണ്ടറിങ് അല്ല, ഭഗവാൻ സറണ്ടർ ചെയ്യാത്തതുകൊണ്ടാണ് മാതാജി അങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, സറണ്ടർ ചെയ്താലും നമുക്ക് പരിധി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഒരു വൃദ്ധയായ സ്ത്രീയാണ് ഞാൻ. അപ്പൊ എനിക്ക് പരിധിയുണ്ട്. സറണ്ടർ ചെയ്യാതെ ഇരിക്കാനും ഭഗവാനെ സറണ്ടർ ചെയ്താലും നമ്മൾ ഇതിൽ തന്നെ അങ്ങനെ തുടർന്നുകൊണ്ട് പോകണം. അപ്പൊ പ്രഭു പറഞ്ഞു, മാതാജി ഞാൻ പറഞ്ഞ സ്ത്രീയല്ലേ, നമുക്ക് ഇറങ്ങി വേഗം പോകാൻ നോക്കുവോ? അപ്പൊ അതിനൊക്കെ പരിധിയില്ലേ പ്രഭു എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചു. അപ്പൊ അത് പ്രഭു ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ അതൊന്ന് പറയാം. അപ്പൊ പ്രഭു എന്നോട് പറഞ്ഞു, മാതാജി ഇപ്പൊ ഇറങ്ങ്. ഞാൻ പറഞ്ഞു, ഞാൻ വരാം, പ്രഭു എന്നെ കൊണ്ടുപോവാ. അപ്പൊ മോള് പറഞ്ഞ, അമ്മ അതേ കൊണ്ട് റോഡിൽ വിട്ടിട്ട് പോകും, ഭഗവാനെ സറണ്ടർ ചെയ്തോളാൻ പറയും. മാതാജി, അപ്പൊ ഈ സറണ്ടർ എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഒരു സ്ഥലം മാറ്റമോ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് ശരണം നമ്മള് മാറി നിൽക്കുന്നതും അല്ല. നമ്മുടെ ബോധത്തിനെ ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മളെ ഈ ഭയത്തിന്റെ ചട്ടക്കൂടിനകത്ത് കിടക്കുന്നത് ഈ ശരീരമോ മറ്റൊന്നൊന്നുമല്ല നമ്മൾ ആശ്രയിക്കുന്നതല്ല, നമ്മുടെ ബോധമാണ്. നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, നമ്മളെ ബോധമാണ് ഈ ചട്ടക്കൂടിന് ഈ ഭയത്തിന് വെളി വരേണ്ടത്. മനസ്സിലായോ? അതായത് ആ ബോധം, നമ്മുടെ ബോധം ഈ ഒരു ഭയത്തിന്റെ വെളിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ എന്താണോ അതിൽ നമുക്ക് സംതൃപ്തരാകാൻ പറ്റും. നമുക്ക് കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ പരാതി പറയാനോ, നമുക്ക് വരാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് പരാതിയോ നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മുടെ ബോധമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഭയത്തിന്റെ വെളിയിൽ കൊണ്ടുവരേണ്ട സാധനം. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഭയത്തിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഒരാൾ നമുക്ക് ആശ്രയം തരാം, എന്റെ കൂടെ വരൂ, സറണ്ടർ ആവൂ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നമുക്ക് സറണ്ടർ ആവാൻ പറ്റുന്നില്ല. അമ്പലത്തിൽ ചെന്ന് നിന്ന് പറയും 5 ദിവസം. അവിടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ കുറ്റം പറഞ്ഞ് നമ്മൾ വീണ്ടും ഇറങ്ങി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ നമ്മളെ ബോധത്തിനെയാണ് നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ കർമ്മമാണ്. അതായത് നമുക്ക് തരുന്നത് എന്താണോ അത് നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുസരിച്ച് നമുക്കുണ്ടാകുന്ന കഷ്ടമോ നഷ്ടമോ സുഖമോ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ സംസാരിച്ച ഞാൻ പറഞ്ഞു, പ്രഭു ആത്മീയമായാലും ഭൗതികമായാലും നമുക്ക് പരിധിയുണ്ട്, പരിധിക്ക് അപ്പുറമൊന്നും പറ്റില്ല. ഒന്നാമത് പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഒന്നാമത്തെ കാര്യം, പ്രഭു പറഞ്ഞതിനൊക്കെ നമ്മുടെ ബോധം മാറുന്നില്ല. നമുക്ക് എല്ലാത്തിനോടും അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഒന്ന്, ശരിയായ ശ്രവണം, നന്നായിട്ട് വൈഷ്ണവരുടെ കയ്യിൽ നിന്ന് കേൾക്കുക. നിരന്തരമായ ഭഗവത്ഗീത ഭാഗവത പഠനവും കൊണ്ട് മാത്രമേ നമുക്ക് അതിനെ മുക്തമാക്കാം. നമ്മൾ ഇത്രയും ജപിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് നമുക്ക് അതിന് വെളി വരാൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്തിനെ കുറിച്ച് നമുക്കൊരു ബോധം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ആ വേറെ ചിന്തകളും ഭയപ്പാടുകൾക്കും ഇടയിൽ ഇരുന്ന് ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ ജപം പരിശുദ്ധമാകുന്നില്ല. അപ്പൊ നമുക്കിനി ഭൗതികമായിട്ട് ഒരു കടമയും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിട്ട് വരുന്ന കഷ്ടനഷ്ടങ്ങളെല്ലാം സ്വയം നമ്മള് കർമ്മമാണെന്ന് വിചാരിച്ചിട്ട് സഹിക്കാൻ തയ്യാറായിട്ട് നിരന്തരമായിട്ട് ഭഗവത്ഗീതയും ഭാഗവതം പഠിക്കുക. അത് നമുക്ക് ക്രമേണ നമുക്കിപ്പോ തർക്കിച്ചാലോ നമുക്ക് ഊഹിച്ചാലോ എടുക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ് നമുക്ക് എല്ലാത്തിനും പരിമിതികളുണ്ട്. ആത്മീയമായാലും ഭൗതികമായാലും എല്ലാത്തിനും നമുക്ക് സാഹചര്യം, സന്ദർഭം, പശ്ചാത്തലം അനുസരിച്ചൊക്കെ പരിമിതികളുണ്ട്.
അത് പിന്നെ ഇതിന്റെ എല്ലാം സത്ത എന്ന് പറയുന്ന ബോധമണ്ഡലം മാറ്റണം. അത് മാറാതിരിക്കുന്ന കാലം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. ബോധമാക്കണം ഭൗതിക ബോധത്തിന്. മാറ്റാൻ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, വേറെ ആർക്കെങ്കിലും? ഐശ്വര്യ മാതാജി, ഹരേ കൃഷ്ണ. കോർഡിനേറ്റർ ഐശ്വര്യ മാതാജി പോയാ? ഹരേ കൃഷ്ണ. ഉണ്ട് പ്രഭു, ഉണ്ട്. എന്റെ സമയം കഴിഞ്ഞ മാതാജി, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം? ഇല്ല, സമയമുണ്ട് പ്രഭു. 7:45 ഉള്ളൂ. 10 മിനിറ്റ് കൂടെ ഉണ്ട് പ്രഭു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ സംശയമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ 7:45 വരെയാണ് ക്ലാസ് എന്ന് വിചാരിച്ചത്. എല്ലാ നമ്മൾ ഇപ്പൊ മാതാജി സംസാരിച്ചതുപോലെ നമ്മൾ എത്ര തന്നെ ഞാൻ രാവിലെ എഴുതിക്കുന്നുണ്ട്, 16 മാല ജപിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, നമ്മള് സേവനത്തിൽ ഏർപ്പെടുകയും ഭഗവത്ഗീത ഭാഗവതം വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാതെ നമുക്കൊരിക്കലും നമ്മുടെ തെറ്റായ ചിന്തകളിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള പല ഭക്തന്മാരും, ഒരുപാട് പരിശുദ്ധ ഭക്തന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഗുരു മഹാരാജ് ഉൾപ്പെടെ, പ്രഭുപാദ് ഉൾപ്പെടെ, ഇനി ശാസ്ത്രങ്ങളിൽ പറയുന്ന പല ഭക്തന്മാരെ നേരത്തെ ഉദാഹരണം ഇവരൊക്കെ നമ്മൾ കാണുന്നത്. ഇവരെല്ലാം ഈ ഒരു വിപരീത സാഹചര്യങ്ങളെ അതിജീവിച്ച ആൾക്കാരാണ്. നമുക്ക് എന്തുകൊണ്ട് അതിജീവിക്കാൻ പറ്റുന്നില്ല? ഞാൻ വളരെ കാലമായിട്ട് ഞാൻ ആധ്യാത്മികത പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ കൃഷ്ണാവബോധത്തിനെ തള്ളിപ്പറയും, ഇസ്കോണിനെ തള്ളിപ്പറയും. ഞാൻ ഇത്ര നാൾ നിന്നിട്ട് എന്തായി എന്ന് ഇസ്കോൺ നിന്നിട്ട് എന്തായി? ഇതാ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ കിടപ്പിലായി, എന്നെ നോക്കാൻ ആരുമില്ല, ഭഗവാനും എന്നെ അങ്ങനെ നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെല്ലാമുള്ള കാര്യം നമ്മുടെ എന്താണ്, ആധ്യാത്മികമായ അറിവ് നമ്മൾ കൂട്ടാത്തുള്ളതാണ്. ജപം നമ്മൾ അതിന് സഹായിക്കും. ജപം നമ്മൾ പരിശുദ്ധമായ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജപം നമ്മളെ ആ വായനയെ നമ്മളെ സാക്ഷാത്കാരമായിട്ട് വായിക്കാൻ സഹായിക്കും. അതേസമയം നമ്മുടെ ജപത്തിന് പരിശുദ്ധമാക്കിയിട്ട് നമ്മളെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ നമ്മളെ വായനയും സഹായിക്കും, അല്ലെ? ഒരു നാണയത്തിന്റെ 2 വശങ്ങളെ പോലെയാണ്. ഒരു നാണയത്തിന്റെ 2 വശങ്ങളെ പോലെയാണ്. നമ്മൾ എത്രത്തോളം, ഇപ്പൊ ഒരു പ്രാവശ്യം ഭഗവത്ഗീത ഞാൻ വായിച്ചു, ദീക്ഷ എടുക്കാൻ സമയത്ത് 3 പ്രാവശ്യം ഭഗവത്ഗീത വായിച്ചു. പിന്നെ ഞാൻ ഭഗവത്ഗീത എത്ര വായിച്ചു? അത് ഞാൻ 3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം എണ്ണി തീർത്ത് വായിക്കാൻ പറ്റുന്നതല്ല ഭഗവത്ഗീത. ഭഗവത്ഗീതയും ഭാഗവതവും നമ്മൾ ജീവിതകാലം അവസാനം വരെ, മരണം വരെ, മരണത്തിന് തൊട്ട് മുമ്പ് വരെ, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ മുകളിലൊന്ന് 2-ാം അധ്യായവും 8-ാം അധ്യായവും 12-ാം അധ്യായവും വായിക്കാനുള്ളതല്ല. അവസാന നിമിഷം വരെയും നമ്മൾ അതിനെ കേൾക്കുമ്പോൾ ഓരോ പ്രാവശ്യം നവരസതാമാന്യുതം, ഓരോ പുതിയ രസം വരുന്നത് പോലെ തോന്നും. നമ്മൾ ഒരു പ്രാവശ്യം ഭഗവത്ഗീത, ഞാൻ പണ്ട് ഇസ്കോണിൽ വന്നപ്പോൾ കേട്ട ഭഗവത്ഗീത അല്ല, രണ്ടാമത് വായിച്ചപ്പോൾ കിട്ടിയത് വേറെ ഭഗവത്ഗീതയല്ല, ഇനി ഒരു ഭക്തന്റെ കയ്യിൽ നിന്ന് കേട്ടിട്ട് ഞാൻ വായിച്ചപ്പോൾ ഉള്ള റിയലൈസേഷൻ വേറെ ഒന്നല്ല. ഇനി ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഭഗവത്ഗീത കിട്ടിയത് അത് വേറെ ഒന്നാണ്. അപ്പൊ ഓരോ നിമിഷവും നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോഴും, ഭഗവത്ഗീതയെ കുറിച്ച് ആസ്വദിക്കാൻ ശ്രമിക്കുമ്പോഴും, ഭഗവത്ഗീത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും, ഭഗവത്ഗീതയെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോഴും ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ നൂതനമാണ്. അപ്പൊ ഗീതാപാരായണം 1-2 ദിവസമല്ല, അത് നമ്മൾ വീണ്ടും വായിക്കണം. നമ്മൾ ആദ്യം വെറുതെ വായിച്ചല്ല, വരികൾക്കിടയിൽ കൂടി വായിക്കാൻ പഠിക്കണം. ആ വരികൾക്കിടയിൽ കൂടിയുള്ള വായനയെ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ശ്രവണം. ശുദ്ധ ഭക്തന്മാരിലൂടെ കൂടെയുള്ള ശ്രവണം. അവരുടെ റിയലൈസേഷൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, അത് നമ്മളെ ചെവിയിൽ കയറിയതിന് ശേഷം നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ, ആ ഭഗവത്ഗീത ആ ശ്ലോകത്തിനകത്തും ആ പാരഗ്രാഫിനകത്തൊക്കെ നമുക്ക് വേറെന്തോ ഒരു ഭയങ്കര ഒരു ഓറ ഉള്ളത് പോലെ തോന്നും. വേറെന്തോ ഒരു ഫീലിംഗ്, ഒരു അനുഭവം അതിനകത്ത് ഉണ്ടാക്കി വെച്ച പോലെ നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ വീണ്ടും ഉള്ള വായന നമ്മൾ ഒരിക്കലും മുടക്കാൻ പാടില്ല. നിരന്തരമായിട്ട് ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കും. നിരന്തരം മാറ്റി ഒന്ന് വായിച്ചു തീർത്തത് വായിച്ച്
രണ്ടാമത്തെയും മൂന്നാമത്തെയും വായന നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഓരോ പർപ്പട്ടും ശരിയായിട്ട് മനസ്സിലാക്കി, അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനെക്കുറിച്ച് മറ്റു ഭക്തന്മാർ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് കേട്ട് മനസ്സിലാക്കണം. ഭാഗവതം അതുപോലെ. ഭാഗവതം നമ്മൾ ഒരുപാട് വായിക്കും, താളത്തിലൊക്കെ വായിക്കും, പക്ഷെ അതേപോലെ തന്നെ ആ ഭാഗവതത്തിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കണം. അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വായനയുടെയും പാരായണത്തിന്റെയും രസം വർദ്ധിപ്പിക്കും, അത് കൂട്ടും. അപ്പോൾ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതവും വായിക്കുമ്പോൾ നമ്മൾ ഏതൊരു അവസ്ഥയിലായാലും ശരി നമുക്ക് ദുഃഖത്തിന് ഇടയില്ല. ഞാൻ മഹാത്മാക്കളൊക്കെ കാരണം നമുക്ക് അറിയാം ഞാൻ എന്തുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ കഷ്ടപ്പാട് അനുഭവിക്കുന്നു. ഈ ജീവിതത്തിനെ കർമ്മത്തെ, ഈ പ്രകൃതി, അതാണ് ജീവാത്മാവ്, പരമാത്മാവ്, ഈശ്വരൻ, കാലം, ഇതൊക്കെയാണ് ഭഗവത്ഗീത പറയണത്. ഈശ്വരൻ, കാലം, ജീവാത്മാവ്, പരമാത്മാവ്, ഈശ്വരൻ, കാലം, ഈശ്വരൻ, കാലൻ, ഭൗതിക പ്രകൃതി, ഇതൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഇവരുടെ തമ്മിലുള്ള പരസ്പര ബന്ധം, കാലം എങ്ങനെയാണ്, ഈ മൂന്ന് ഗുണങ്ങൾ എങ്ങനെയാണ് സാധിച്ചിരിക്കുന്നത്, കർമ്മം എന്താണ്, കർമ്മം ജീവാത്മാവിനെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു, എങ്ങനെ ഒരു ജീവാത്മാവ് കഷ്ടപ്പെടുന്നു, അതില് കർമ്മത്തിന് എന്താണ്, അതിന് ആ കർമ്മത്തിന് എന്താണ് അത് ആ ജീവാത്മാവിന്റെ ദുരിതത്തിലുള്ള കാരണം, കർമ്മം എങ്ങനെ ഉണ്ടായി, ഇതൊക്കെ ഒരു ജീവാത്മാവ് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വെളി വരാൻ പറ്റും. അപ്പൊ നമ്മളെ ജപം കുറച്ചുകൂടെ പരിശുദ്ധമാവും. അപ്പൊ നമുക്ക് ആനന്ദം ഉണ്ടാവും, ആനന്ദാംബുതി വർധനം ഉണ്ടാവും. നമ്മൾ ജപിക്കുന്നുണ്ട്, പക്ഷെ ആനന്ദാംബുതി വർധനം ഉണ്ടാകുന്നില്ല. കാരണം എന്താ? നമ്മളെ ജപത്തിനകത്ത് നമുക്ക് ടേസ്റ്റ് വരാത്തത് നമ്മുടെ ചിന്തകൾ വേറെ ലെവലിലാണ്. ചിന്തകൾ ശാരീരികമായ നിലവാരത്തിലും എൻ്റെ ശരീരം, എൻ്റെ ഭൗതിക ആസ്വാദനം, എൻ്റെ ഭൗതിക പരിസ്ഥിതികളെ കുറിച്ചും ഒക്കെ ആയിരിക്കും. പക്ഷെ ജപം ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ ആസ്വാദനം കിട്ടുന്നില്ല. പിന്നെ 16 മാല ജപിക്കുന്നുണ്ട്, എനിക്കതിൽ പൂർണ്ണമായിട്ടും അങ്ങ് ലയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ തലയ്ക്കകത്ത് കയറി വരുന്ന എൻ്റെ സാമ്പത്തികമായ കണക്ക് കൂട്ടലുകളാണ്. മനസ്സിലായോ? ഒരു ഭക്തനെ കാണുമ്പോഴത്തേക്കും എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല, ഭക്തനെ കാണുമ്പോൾ എനിക്ക് ആനന്ദം തോന്നുന്നില്ല. കാരണം എൻ്റെ പാരായണം അല്ലെങ്കിൽ ശ്രവണം ശരിയാവാത്തതുകൊണ്ടാണ്. അപ്പൊ അതാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും, നമ്മളെ കംപ്ലൈന്റിനും എല്ലാം കാരണം. അപ്പൊ നമ്മുടെ പാരായണം ശരിയാക്കണം, നമ്മളെ ഹിയറിങ്, നമ്മൾ കേൾവി ശരിയാവണം. ഞാൻ മധുരയിൽ ഗുരുമഹാരാജിന്റെ ഒരു പ്രോഗ്രാമാണ്, അവിടെ പോകാൻ പറ്റില്ല. അവിടെ നമ്മുടെ ഒരു ദിവസം പോകാൻ പറ്റുള്ളൂ. അപ്പൊ എൻ്റെ അടുത്തൊരു ഭക്തൻ വന്ന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിലുണ്ടായിരുന്ന നമ്മുടെ തിരുപ്പതി ടെമ്പിൾ പ്രസിഡന്റ് പ്രഭു, അദ്ദേഹം എടുത്ത ക്ലാസ്സിൽ അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൊറോണ ബാധിച്ചത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പനി വരുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ദുഃഖം ഉണ്ടാവുന്നത്, എന്തുകൊണ്ട് അസുഖം വരുന്നു, എന്തുകൊണ്ട് ക്യാൻസർ വരുന്നു, എന്തുകൊണ്ട് ഹൃദ്രോഗം ഹൃദ്രോഗം വരുന്നു, എന്തുകൊണ്ട് ഈ അസുഖങ്ങളെല്ലാം ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു സൊല്യൂഷൻ: നിങ്ങളെ ശ്രവണം ശരിയായില്ല. നിങ്ങളെ ശ്രവണം ശരിയായിരുന്നെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ബാധിക്കില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കണേ? ചെടാപ്പാടെ, ശ്രവണം ശരിയായി കഴിഞ്ഞാൽ കൊറോണ ബാധിക്കില്ലേ? ശ്രവണം ശരിയായി കഴിഞ്ഞാൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ലേ? ശ്രവണം ശരിയായി കഴിഞ്ഞാൽ എനിക്ക് പനിയും ജലദോഷം വരില്ലേ എന്ന് വിചാരിക്കും. അപ്പൊ അദ്ദേഹം എന്തല്ലേ പറയും, നിങ്ങളൊക്കെ ഇതായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ അതായത് അദ്ദേഹം പറഞ്ഞെന്താണ്, നിങ്ങളെ ശ്രവണം ശരിയാവാത്തത് കൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായത്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ശ്രവണം നിങ്ങൾക്ക് ശരിയല്ലായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ശ്രവണം ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഈ അസുഖം എല്ലാം ബാധിച്ചത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളെ ശ്രവണം ക്ലിയർ ആയിരുന്നെങ്കിൽ ഈ ജന്മം നിങ്ങൾക്ക് എടുക്കേണ്ടി വരില്ലായിരുന്നു. ഈ കൊറോണയും അസുഖവും ജലദോഷവും പനിയും ഒന്നും വരില്ലായിരുന്നു. അപ്പൊ ഈ ജന്മത്തിൽ നമ്മളെ ശ്രവണം ശരിയല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമ്മൾ വീണ്ടും ഇതേപോലെ കൊറോണ അനുഭവിക്കാനും ഹാർട്ട് അറ്റാക്കിനും ഒക്കെ വരേണ്ടി വരും. അപ്പൊ ഈ ജന്മത്തിൽ നമ്മളെ ശ്രവണം നമ്മൾ പെർഫെക്റ്റ് ആക്കുക. നമ്മുടെ കംപ്ലൈന്റും പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ശരിയാവാത്തതുകൊണ്ടാണ്, ശ്രവണം അത് ശരിയാവാത്തത് കൊണ്ടാണ്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. ജയ് ശ്രീ പ്രഭുപാദ് കി ജയ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ